ഹലോ സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ന് ദിവസം 170. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 1, 2 ദിനവൃത്താന്തം 24, സങ്കീർത്തനങ്ങൾ 69. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിച്ച് തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 1. ഏലിയായും അഹസിയായും. ആഹാബിൻ്റെ മരണശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപമുയർത്തി. അഹസിയ സമരിയയിലുള്ള തൻ്റെ മട്ടുപ്പാവിൻ്റെ ജാലകത്തിലൂടെ താഴെ വീണ് രോഗിയായി. അവൻ ദൂതന്മാരോട് പറഞ്ഞയച്ചു, നിങ്ങൾ പോയി എക്രോണിൻ്റെ ദേവനായ ബാൽ-സെബൂവിനോട് ഞാൻ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ആരായുവിൻ. തിഷ്ബേനായ ഏലിയായോട് കർത്താവിൻ്റെ ദൂതൻ അരുൾ ചെയ്തു, എഴുന്നേറ്റ് സമറിയ രാജാവിൻ്റെ ദൂതന്മാരെ കാണാൻ കയറി ചെല്ലുക. നീ അവരോട് പറയണം, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോണിൻ്റെ ദേവനായ ബാൽ-സെബൂവിനോട് ഹിതമാരായാൻ നിങ്ങൾ പോകുന്നത്? അതിനാൽ നീ കയറിയ കിടക്കയിൽ നിന്ന് നീ ഇറങ്ങുകയില്ല, പ്രത്യുത നീ നിശ്ചയമായും മരിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അനന്തരം ഏലിയ പോയി. ദൂതന്മാർ അവൻ്റെ പക്കലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ മടങ്ങിയത്? അവർ അവനോട് പറഞ്ഞു, ഒരാൾ ഞങ്ങളെ കാണാൻ വന്നു. അയാൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അയച്ച രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് നിങ്ങൾ അവനോട് പറയണം, കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽ-സെബൂവിനോട് ഹിതമാരായാൻ നീ ആളയക്കുന്നത്? അതിനാൽ നീ കയറിയ കിടക്കയിൽ നിന്ന് നീ ഇറങ്ങുകയില്ല, പ്രത്യുത നീ നിശ്ചയമായും മരിക്കും. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളെ കാണാൻ കയറി വരികയും ഇക്കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്ത ആൾ എന്ത് രൂപമുള്ളവനായിരുന്നു? അവർ അവനോട് പറഞ്ഞു, അവൻ രോമാവൃതനും അരയിൽ തുകലിൻ്റെ അരപ്പട്ട ധരിച്ചവനുമായിരുന്നു. ഉടനെ അവൻ പറഞ്ഞു, തിഷ്ബിനായ ഏലിയായാണ് അയാൾ. എന്നിട്ട് അവൻ ഒരു അർദ്ധശതാധിപനെ അവൻ്റെ 50 പേരോടൊപ്പം അയാളുടെ അടുത്തേക്ക് അയച്ചു. അവൻ അയാളുടെ അടുത്തേക്ക് കയറി ചെന്നു. ഇതാ അയാൾ ഒരു മലയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അവൻ അയാളോട് പറഞ്ഞു, ദൈവപുരുഷ, രാജാവ് ആജ്ഞാപിക്കുന്നു, ഇറങ്ങി വരിക. ഏലിയ പ്രത്യുത്തരിച്ച് അർദ്ധശതാധിപനോട് പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അത് നിന്നെയും നിന്റെ 50 പേരെയും വിഴുങ്ങട്ടെ. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവനെയും അവൻ്റെ 50 പേരെയും വിഴുങ്ങി. അവൻ വീണ്ടും ഒരു അർദ്ധശതാധിപനെ അവൻ്റെ 50 പേരോടൊപ്പം അയാളുടെ അടുത്തേക്ക് അയച്ചു. അവൻ അയാളോട് പ്രത്യുത്തരിച്ച് പറഞ്ഞു, ദൈവപുരുഷ, രാജാവ് ഇങ്ങനെ ആജ്ഞാപിക്കുന്നു, വേഗം ഇറങ്ങി വരിക. ഏലിയ പ്രത്യുത്തരിച്ച് അവരോട് പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അത് നിന്നെയും നിന്റെ 50 പേരെയും വിഴുങ്ങട്ടെ. അപ്പോൾ ആകാശത്ത് നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവനെയും അവൻ്റെ 50 പേരെയും വിഴുങ്ങി. അവൻ മൂന്നാമതും ഒരു അർദ്ധശതാധിപനെ അവൻ്റെ 50 പേരോടൊപ്പം അയച്ചു. മൂന്നാമത്തെ അർദ്ധശതാധിപൻ കയറി ചെന്ന് ഏലിയായുടെ മുമ്പിൽ മുട്ടിന്മേൽ കുമ്പിട്ട് അയാളോട് അപേക്ഷിച്ചു പറഞ്ഞു, ദൈവപുരുഷ, എൻ്റെ ജീവനും അങ്ങയുടെ ഈ 50 ദാസന്മാരുടെ ജീവനും അങ്ങയുടെ ദൃഷ്ടികളിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. ഇത് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആദ്യത്തെ 2 അർദ്ധശതാധിപന്മാരെയും അവരുടെ സൈന്യത്തെയും വിഴുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടികളിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവൻ്റെ മുമ്പിൽ ഭയപ്പെടേണ്ടതില്ല. അയാൾ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അയാൾ അവനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, അവിടുത്തെ വചനമാരായാൻ ഇസ്രായേലിൽ ദൈവമില്ലാത്തതുകൊണ്ടാണോ എക്രോണിൻ്റെ ദേവനായ ബാൽ-സെബൂവിനോട് ആരായാൻ നീ ദൂതന്മാരെ അയച്ചത്? അതിനാൽ നീ കയറിയ കിടക്കയിൽ നിന്ന് നീ ഇറങ്ങുകയില്ല, പ്രത്യുത നീ നിശ്ചയമായും മരിക്കും. ഏലിയ പറഞ്ഞ കർത്തൃവചനപ്രകാരം അവൻ മരിച്ചു. അവൻ്റെ സ്ഥാനത്ത് യഹോറാം രാജാവായി, കാരണം അവന് ഒരു പുത്രനുണ്ടായിരുന്നില്ല. യൂദാ രാജാവായ യഹോശാഫാത്തിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ 2-ാം വർഷത്തിലായിരുന്നു അത്.
അഹസ്യ ചെയ്ത പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? 2 ദിനവൃത്താന്തം അധ്യായം 24. യോവാഷ്. തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ യോവാഷിന് 7 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 40 വർഷം ഭരിച്ചു. ബേർഷേബായിൽ നിന്നുള്ള അവൻ്റെ അമ്മയുടെ പേര് സിബിയ എന്നായിരുന്നു. പുരോഹിതനായ യഹോയാദായുടെ കാലമൊക്കെയും യോവാഷ് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. യഹോയാദ 2 സ്ത്രീകളെ അവന് വേണ്ടി കൊണ്ടുവന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അനന്തരം കർത്താവിൻ്റെ ആലയം നവീകരിക്കാനുള്ള ആഗ്രഹം യോവാഷിൻ്റെ മനസ്സിലുണ്ടായി. അവൻ പുരോഹിതന്മാരെയും ലേവായരെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, യൂദാ നഗരങ്ങളിലേക്ക് പോകുവിൻ. നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം വർഷാവർഷം ബലപ്പെടുത്തുന്നതിനാവശ്യമായ പണം എല്ലാ ഇസ്രായേൽക്കാരിൽ നിന്ന് സ്വരൂപിക്കുവിൻ. ഇക്കാര്യം നിങ്ങൾ തിടുക്കത്തിൽ ചെയ്യുവിൻ. എന്നാൽ ലേവായർ അത്ര തിടുക്കം കാണിച്ചില്ല. അതിനാൽ രാജാവ് നേതാവായ യഹോയാദായെ വിളിച്ച് അവനോട് പറഞ്ഞു, സാക്ഷ്യകൂടാരത്തിനു വേണ്ടി കർത്തൃദാസനായ മോശയുടെയും ഇസ്രായേൽ സമൂഹത്തിൻ്റെയും നികുതി യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും കൊണ്ടുവരുന്നതിന് നീ ലേവായരോട് ആവശ്യപ്പെടാതിരുന്നതെന്തുകൊണ്ട്? എന്തെന്നാൽ ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് കേടുവരുത്തിയത് കൂടാതെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വിശുദ്ധ വസ്തുക്കളെല്ലാം ബാൽ ദേവന്മാർക്ക് അർപ്പിക്കുകയും ചെയ്തിരുന്നു. രാജാവ് നിർദ്ദേശിച്ചതനുസരിച്ച് അവർ ഒരു പെട്ടിയുണ്ടാക്കി കർത്താവിൻ്റെ ആലയത്തിന് പുറത്ത് വാതിൽക്കൽ സ്ഥാപിച്ചു. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദാസനായ മോശ ഇസ്രായേലിൻ്റെ മേൽ നിശ്ചയിച്ച നികുതി കർത്താവിന് കൊണ്ടുവരണമെന്ന് യൂദായിലും ജെറുസലേമിലും അവർ അറിയിപ്പ് നൽകി. എല്ലാ പ്രഭുക്കന്മാരും ജനം മുഴുവനും സന്തോഷിക്കുകയും അത് കൊണ്ടുവന്ന് പെട്ടി നിറയുവോളം നിക്ഷേപിക്കുകയും ചെയ്തു. ലേവായർ വഴി പെട്ടി രാജാവിൻ്റെ ഉദ്യോഗസ്ഥരുടെ പക്കൽ എത്തിക്കുന്ന സമയത്ത് ധാരാളം പണമുണ്ടെന്ന് കണ്ടിരുന്ന പക്ഷം രാജാവിൻ്റെ കാര്യദർശി പ്രധാന പുരോഹിതൻ്റെ ഉദ്യോഗസ്ഥനോടൊപ്പം വരികയും അവർ പെട്ടി ശൂന്യമാക്കുകയും അതെടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ദിവസേന അവർ അങ്ങനെ ചെയ്യുകയും ധാരാളം പണം ശേഖരിക്കുകയും ചെയ്തു. രാജാവും യഹോയാദായും അത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നവനെ ഏൽപ്പിച്ചു. അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും കൂടാതെ കർത്താവിൻ്റെ ആലയം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരുമ്പ് പണിക്കാരെയും ചെമ്പ് പണിക്കാരെയും കൂലിക്കാരായി എടുത്തു. അങ്ങനെ നിർമ്മാണ പ്രവർത്തകർ ജോലി ചെയ്തു. അവർ മുഖേന പുനരുദ്ധാരണ ജോലി പുരോഗമിച്ചു. അങ്ങനെ അവർ ദേവാലയം അതിൻ്റെ തോതനുസരിച്ച് കെട്ടിപ്പൊക്കുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്തു. അവർ അവ പൂർത്തിയാക്കിയപ്പോൾ ബാക്കി വന്ന പണം രാജാവിൻ്റെയും യഹോയാദായുടെയും പക്കൽ കൊണ്ടുവന്നു. അവർ അതുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങൾ, അതായത് ശുശ്രൂഷയുടെയും ഹോമയാഗത്തിൻ്റെയും ഉപകരണങ്ങൾ, താലങ്ങൾ, പൊന്നിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ എന്നിവ ഉണ്ടാക്കി. യഹോയാദായുടെ നാളുകളിലെല്ലാം കർത്താവിൻ്റെ ആലയത്തിൽ ഹോമയാഗങ്ങൾ നിരന്തരം അർപ്പിച്ചു പോന്നു. യഹോയാദ വൃദ്ധനായി, ദിനങ്ങൾ തികഞ്ഞു മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. യഹോയാദായുടെ മരണത്തിന് ശേഷം യൂദാ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. അപ്പോൾ രാജാവ് അവരെ ശ്രവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഉപേക്ഷിച്ച് അവർ അശേരാകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ അകൃത്യം യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ ക്രോധം ഉളവാക്കി. അവരെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരാനും അവർക്കെതിരെ സാക്ഷ്യം നൽകാനും കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. എന്നാൽ അവർ അവരെ ചെവിക്കൊണ്ടില്ല. അപ്പോൾ പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ സക്കറിയായെ ദൈവാരൂപി ആവരണം ചെയ്തു. അവൻ ജനത്തിന് അഭിമുഖമായി നിന്ന് അവരോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കത്തക്ക വിധം എന്തുകൊണ്ടാണ് നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾ മറികടക്കുന്നത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തുകയും ദേവാലയാങ്കണത്തിൽ വെച്ച് രാജകൽപ്പന പ്രകാരം അവനെ കല്ലെറിയുകയും ചെയ്തു. അവൻ്റെ പിതാവ് യഹോയാദ തന്നോട് കാരുണ്യം കാണിച്ചത് യോവാഷ് രാജാവ് ഓർത്തില്ല. അവൻ്റെ പുത്രനെ അവൻ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കാണുകയും പ്രതികാരം ചെയ്യുകയും ചെയ്യട്ടെ. വർഷാവസാനത്തിൽ ആരാം സൈന്യം അവനെതിരെ കയറി വന്നു. അവർ യൂദായിലും ജെറുസലേമിലും എത്തി ജനത്തിൽ നിന്നുള്ള പ്രമാണികളെയെല്ലാം ഇല്ലാതാക്കുകയും തങ്ങളുടെ കൊള്ളവസ്തുക്കളെല്ലാം ദമാസ്കസ് രാജാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആരാം സൈന്യം കുറച്ചാളുകളുമായാണ് വന്നതെങ്കിലും കർത്താവ് വളരെ വലിയ ഒരു സൈന്യത്തെ അക്കൂട്ടരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം അവർ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചിരുന്നു.
അങ്ങനെ അവർ യോവാഷിനെതിരെ ന്യായവിധി നടപ്പാക്കി. കഠിന രോഗത്തിൽ അവനെ ഉപേക്ഷിച്ച് അവൻ്റെ സേവകന്മാർ അവനിൽ നിന്ന് പിന്മാറിയപ്പോൾ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തി. അവർ പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ്റെ രക്തത്തെ പ്രതി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു. അവൻ മരിച്ചു. അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. എന്നാൽ അവർ അവനെ രാജാക്കന്മാരുടെ കല്ലറകളിൽ സംസ്കരിച്ചില്ല. അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമ്മോന്യയായ ഷിമെയാത്തിൻ്റെ പുത്രൻ സബാദും മൊവാബിയായ ഷിമ്രത്തിൻ്റെ പുത്രൻ യഹോസാബാദും ആയിരുന്നു. അവൻ്റെ പുത്രന്മാർ അവനെതിരെയുണ്ടായ അരുളപ്പാടുകളുടെ ബാഹുല്യം, ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം എന്നിവ ഇതാ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തലസ്ഥാനത്ത് അവൻ്റെ പുത്രൻ അമസിയ രാജാവായി. സങ്കീർത്തനങ്ങൾ 69. ദീനരോദനം. ഗായക നേതാവിന് ലില്ലികൾ എന്ന മട്ടിൽ ദാവീദിൻ്റേത്. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം കഴുത്തോളം എത്തിയിരിക്കുന്നു. അഗാധത്തിലെ ചേറ്റിൽ ഞാൻ താഴുന്നു. നിലയില്ലാതെയുമായിരിക്കുന്നു. നീർഖയങ്ങളിൽ ഞാൻ എത്തിയിരിക്കുന്നു. പ്രവാഹം എന്നെ കവിഞ്ഞൊഴുകുന്നു. നിലവിളിച്ച് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. എൻ്റെ ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. വെറുതെ എന്നെ വെറുക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളെക്കാൾ കൂടുതലാണ്. എന്നെ ഇല്ലായ്മ ചെയ്യുന്ന നുണയരായ എൻ്റെ ശത്രുക്കൾ പ്രബലരാണ്. മോഷ്ടിക്കാത്തത് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നോ? ദൈവമേ, എൻ്റെ ഭോഷത്വം അങ്ങറിയുന്നു. എൻ്റെ അപരാധങ്ങൾ അങ്ങിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല. സൈന്യങ്ങളുടെ കർത്താവായ നാഥ, അങ്ങേ കാത്തിരിക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാതിരിക്കട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാതിരിക്കട്ടെ. എന്തെന്നാൽ അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിക്കുന്നത്, അപമാനം എൻ്റെ മുഖം ആവരണം ചെയ്യുന്നതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനായി, എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും. എന്തെന്നാൽ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങി. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിബദിച്ചു. എൻ്റെ ഉപവാസം കൊണ്ട് ഞാൻ കരഞ്ഞപ്പോൾ അതെനിക്ക് നിന്ദനങ്ങളായി തീർന്നു. എൻ്റെ വസ്ത്രമായി ഞാൻ ചാക്കുടുത്തപ്പോൾ അവർക്ക് ഞാൻ ഒരു പഴമൊഴിയായി ഭവിച്ചു. കവാടത്തിങ്കലിരിക്കുന്നവർ എന്നെക്കുറിച്ച് അടക്കം പറയുന്നു, മദ്യപന്മാരുടെ പരിഹാസഗാനങ്ങളും. എന്നെ സംബന്ധിച്ചാകട്ടെ, കർത്താവെ, അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥനയാണ് പ്രസാദകാലം. ദൈവമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിൽ, അങ്ങേ രക്ഷയുടെ വിശ്വസ്തതയിൽ എനിക്ക് ഉത്തരമരുളണമേ. ചേറ്റിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ താണുപോകാതിരിക്കട്ടെ. എന്നെ വെറുക്കുന്നവരിൽ നിന്നും നീർക്കയങ്ങളിൽ നിന്നും ഞാൻ മോചിതനാകട്ടെ. ജലപ്രവാഹം എന്നെ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴം എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. ഗർത്തം എൻ്റെ മേൽ വായ അടയ്ക്കാതിരിക്കട്ടെ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ കാരുണ്യം ഉത്തമമാണല്ലോ. അങ്ങയുടെ ആർദ്രതാ സമൃദ്ധിക്ക് ചേർന്ന വിധം എൻ്റെ നേർക്ക് മുഖം തിരിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് തിരുമുഖം മറയ്ക്കരുതേ. എനിക്ക് കഷ്ടതയായതിനാൽ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവിനെ സമീപിച്ച് അതിനെ വീണ്ടെടുക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ പരിത്രാണം ചെയ്യണമേ. എൻ്റെ നിന്ദനവും ലജ്ജയും അപമാനവും അങ്ങറിയുന്നു. എൻ്റെ എതിരാളികളെല്ലാം അങ്ങയുടെ മുമ്പിലുണ്ട്. നിന്ദനം എൻ്റെ ഹൃദയം തകർത്തു. ഞാൻ രോഗിയായി. ഇല്ലാത്ത സഹതാപത്തിനായി ഞാൻ കാത്തിരുന്നു, കണ്ടെത്താത്ത സമാശ്വാസകർക്കായും. അവർ എൻ്റെ ഭക്ഷണത്തിൽ വിഷം തന്നു. എൻ്റെ ദാഹത്തിന് അവർ എന്നെ വിനാഗിരി കുടിപ്പിച്ചു. അവരുടെ മുമ്പിലുള്ള മേശ കെണിയായി തീരട്ടെ. അവരുടെ സമാധാനയാഗങ്ങൾ കുരുക്കായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാതായി ഇരുളടയട്ടെ. അവരുടെ അരക്കെട്ടുകൾ നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ ഉഗ്രകോപം അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമാകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ നിവാസി ഉണ്ടാകാതിരിക്കട്ടെ. എന്തെന്നാൽ അങ്ങ് പ്രഹരിച്ചവരെ അവർ പിന്തുടരുന്നു. അങ്ങ് മുറിവേൽപ്പിച്ചവരുടെ വേദനയെക്കുറിച്ച് അവർ പരസ്യം ചെയ്യുന്നു. അവരുടെ ശിക്ഷയ്ക്കുമേൽ അങ്ങ് ശിക്ഷ നൽകണമേ. അങ്ങയുടെ നീതിയിലേക്ക് അവർ വന്നു ചേരാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവർ മായ്ക്കപ്പെടട്ടെ. നീതിമാന്മാരോടൊപ്പം അവർ അങ്കിതരാകാതിരിക്കട്ടെ. ഞാൻ അഗതിയും വേദനിക്കുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം ഞാൻ പാട്ടുപാടി സ്തുതിക്കും. കൃതജ്ഞതാഗീതത്തോടെ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കാളയേക്കാൾ കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ അത് കർത്താവിന് പ്രീതികരമായിരിക്കും. പീഡിതർ അത് കണ്ട് സന്തോഷിക്കട്ടെ. ദൈവാന്വേഷകരെ, നിങ്ങളുടെ ഹൃദയം സജീവമായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് ദരിദ്രരുടെ നേർക്ക് ചെവി ചായ്ക്കുന്നവനാണ്. തൻ്റെ ബന്ധിതരെ അവിടുന്ന് നിന്ദാപാത്രമാക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ ദൈവം സിയോനെ രക്ഷിക്കും. യൂദായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവർ അവിടെ വസിക്കുകയും അത് കൈവശമാക്കുകയും ചെയ്യും. അവിടുത്തെ ദാസരുടെ സന്തതികൾ അത് അവകാശമാക്കും. തിരുനാമത്തെ സ്നേഹിക്കുന്നവർ
അതിൽ വസിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, 170-ാമത്തെ ദിവസം നിങ്ങളുടെ വചനവായന പുരോഗമിക്കുന്നു എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. മുടക്കമില്ലാതെ നിങ്ങൾ ഈ വചനവായനയിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന വായന ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ മകൻ അഹസിയ ആണ്. അഹസിയ 2 വർഷം മാത്രമാണ് ഇസ്രായേലിനെ ഭരിക്കുന്നത്. മോവാബ് അവനെതിരെ യുദ്ധത്തിന് വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് വീണ് അവൻ കിടപ്പ് രോഗിയായി തീർന്നു. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സർവശക്തനായ ദൈവമായ കർത്താവിലേക്ക്, യഹോവയിലേക്ക് തിരിയുന്നതിന് പകരം ഈ അഹസിയ ചെയ്യുന്നത് ഇക്രോണിലെ ദേവൻ ബാൽ-സെബൂബിൻ്റെ അടുക്കിലേക്ക് അവൻ തൻ്റെ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ ദൂതന്മാരെ അയക്കുകയാണ്. ദൂതന്മാർ പോകുന്ന വഴിക്ക് ഏലിയ അവരെ കണ്ടുമുട്ടുന്നു. ഏലിയ പറയുന്നു, ഇസ്രായേലിൽ ദൈവമായ കർത്താവില്ലാഞ്ഞിട്ടാണോ എക്രോണിലെ ദേവനായ ബേൽസബൂബിൻ്റെ പക്കലേക്ക് നീ ആളയച്ചത്? അതുകൊണ്ട് നീ തീർച്ചയായും മരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ തകർച്ചയുടെ എല്ലാ കാലങ്ങളും നമുക്ക് ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു ആഹ്വാനവും ഒരു ക്ഷണവുമാണ്. ആ സമയത്ത് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം മറ്റേതെങ്കിലും ആരാധനകളിലേക്കോ അന്യദൈവ ആരാധനയിലേക്കോ വിഗ്രഹങ്ങളിലേക്കോ മറ്റെന്തെങ്കിലും പൈശാചികമായ സങ്കേതങ്ങളിലേക്കോ തിരിയുന്ന പക്ഷം അത് നമുക്ക് കൂടുതൽ കുരുക്കായി തീരും എന്ന് ദൈവത്തിൻ്റെ മക്കൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ആഭിചാരവും മന്ത്രവാദവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പ്രബലമായി മാറുന്ന ഒരു കാഴ്ചയാണ് വിശ്വാസികളുടെ ഇടയിൽ പോലും നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഓരോ തവണ ഇത്തരം ആരാധനകളിലേക്ക്, സത്യദൈവത്തിൽ നിന്നല്ലാത്ത പൈശാചികമായ വഴികളിലേക്ക്, എന്തെങ്കിലും ഒരു ഭൗതിക പുരോഗതിക്ക് വേണ്ടിയോ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടാനോ സാമ്പത്തിക നേട്ടത്തിനോ എന്തുമാവട്ടെ, എന്തിനു വേണ്ടിയാണെങ്കിലും അവിടേക്ക് തിരിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ ഫലം നമ്മുടെ മാത്രമല്ല നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നാശമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ മക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. നമുക്ക് ഒരു താൽക്കാലിക പുരോഗതി പൈശാചികമായ സങ്കേതങ്ങളിലൂടെ ലഭിച്ചാലും അത് അന്തിമമായി നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന മരണത്തിൻ്റെ വാളായിരിക്കുമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ എക്രോണിലെ ദേവൻ്റെ പക്കലേക്ക് ഹൃദയം തിരിച്ച അഹസിയ ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയാണ്. മാത്രമല്ല, അഹസിയായിക്ക് ആഹാബിന് സംഭവിച്ചത് എന്താണ് എന്ന് അറിയാമായിരുന്നു. ആഹാബ് ദൈവത്തിൽ നിന്നകന്ന് ദൈവഹിതത്തെ ധിക്കരിച്ച് മിഖായായെ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ, പ്രവാചകൻ്റെ വഴികളെ ധിക്കരിച്ചപ്പോൾ അവന് സംഭവിച്ചത് മരണമായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തൻ്റെ പൂർവികർക്ക്, തൻ്റെ പിതാക്കന്മാർക്ക്, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പാഠമാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഓരോ മകനും മകൾക്കും സംഭവിച്ച നിർണായകമായ ദാരുണമായ ദുരന്തങ്ങൾ അനന്തര തലമുറകൾക്ക് മുമ്പിൽ തുറന്നു വെച്ച ഒരു പാഠപുസ്തകമായി നിലനിൽക്കുമ്പോൾ വീണ്ടും അതേ തെറ്റുകളുടെ ആ കളങ്കിത വഴികളിലൂടെ പോകാൻ നമ്മൾ എന്തുകൊണ്ടാണ് വെമ്പൽ കൊള്ളുന്നത്? ഒടുവിൽ അഹസിയ മരിക്കുന്നു. അഹസിയായ്ക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഹസിയായുടെ സഹോദരനായ യഹോറാം രാജാവായി മാറുകയാണ്. ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഇതേ സമയത്ത് യൂദാ രാജാവിൻ്റെയും പേര് യഹോറാം എന്നാണ്. ഇപ്പോൾ നിലവിൽ 2 യഹോറാം രാജാക്കന്മാരുണ്ട്. നമുക്ക് ഈ പേരുകൾ തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ യൂദാ രാജാക്കന്മാരുടെയും ഇസ്രായേൽ രാജാക്കന്മാരുടെയും ഒരു ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കഴിയും. കാരണം ഒരേ പേരിലുള്ള രാജാക്കന്മാർ യൂദായിലും ഇസ്രായേലിലും ഒന്നിലധികം സന്ദർഭങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ വായനയിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത്. 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ നമ്മൾ യൂദാ രാജാക്കന്മാരുടെ ചരിത്രം വീണ്ടും വായിക്കുന്നു. യഹോഷാഫാത്തിൻ്റെ മകൻ യഹോറാം ആയിരുന്നു. അവൻ്റെ ഭാര്യ അത്താലിയ, ഞാൻ പറഞ്ഞിരുന്നു, ആഹാബിൻ്റെ ജസബലിൻ്റെ മകളാണ് ഈ യഹോറാമിൻ്റെ ഭാര്യ അത്താലിയ. അയാളുടെ മകൻ്റെ പേരും അഹസിയ എന്നാണ്. യഹോഷാഫാത്തിൻ്റെ മകൻ യഹോറാമിൻ്റെ മകൻ അഹസിയായാണ്. അത്താലിയായുടെ 6 വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ കണ്ടു, പ്രധാന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ യോവാഷിനെ രാജാവാക്കി മാറ്റുന്നു. അങ്ങനെ യോവാഷ് 7-ാമത്തെ വയസ്സിൽ രാജാവായി മാറുകയാണ്. യോവാഷ് 40 വർഷം യൂദായെ ഭരിച്ചു.
അയാളുടെ ജീവിതത്തിലെ നേട്ടങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ, സോളമൻ പണിത ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണമായിരുന്നു. കാരണം അത്താലിയ ഭരിച്ച 6 വർഷങ്ങളിൽ ഈ ദേവാലയം വല്ലാതെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ദേവാലയത്തിലെ പല വസ്തുക്കളും എടുത്ത് ബാലിൻ്റെ ആരാധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. അങ്ങനെ യഹോയാദ പ്രധാന പുരോഹിതൻ്റെയും യോവാഷിൻ്റെയും നേതൃത്വത്തിൽ ഉദാരമായി ജനം ദേവാലയ നിർമ്മാണത്തിനായി സംഭാവനകൾ നൽകുമ്പോൾ ദേവാലയത്തിൻ്റെ റെസ്റ്റോറേഷൻ, പുനരുദ്ധാരണം നിർവഹിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. എന്നാൽ പ്രധാന പുരോഹിതനായ യഹോയാദ തൻ്റെ വിശ്വസ്തതയായ ഒരു ദീർഘകാല ജീവിതം അവസാനിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങുമ്പോൾ ഈ യോവാഷ് ദൈവത്തെ മറക്കുകയാണ്. യൂദാ പ്രഭുക്കന്മാരുടെ പ്രേരണയിൽ അദ്ദേഹം അഷേരായിക്കും ബാലിനും പൂജകൾ അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ സമയത്ത് അനേകം പ്രവാചകന്മാരിലൂടെ ദൈവം യൂദാ രാജാവിനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. ഈ യഹോയാദായുടെ പ്രധാന പുരോഹിതൻ്റെ മകനായിരുന്നു സക്കറിയ. ഈ സക്കറിയ രാജാവിനെ തിരുത്തുമ്പോൾ യോവാഷ് രാജാവ് വളരെ അധമനായി മാറുകയും തൻ്റെ ജീവനെ പരിപാലിച്ച, തന്നെ കൊല്ലാതെ സംരക്ഷിച്ച, ജീവിതകാലം മുഴുവൻ തന്നെ ദൈവവഴിയിൽ നിർത്തിയ ആ അപ്പൻ്റെ മകൻ സക്കറിയായെ, പ്രധാന പുരോഹിതൻ്റെ മകനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ദേവാലയ അങ്കണത്തിൽ വെച്ച് ഈ സക്കറിയ പ്രവാചകൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു സൂചന നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഈശോ പരിസേയരോടും നിയമജ്ഞരോടും തൻ്റെ ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ദേവാലയത്തിൽ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ കൊല്ലപ്പെട്ട സക്കറിയായുടെ രക്തത്തിന് വരെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന കർത്താവിൻ്റെ വാക്ക് ഈ സക്കറിയ പ്രവാചകനെക്കുറിച്ച് ആണ്. ഒടുവിൽ സക്കറിയ പ്രവചിച്ചതുപോലെ തന്നെ യോവാഷിന് വളരെ ദാരുണമായ ഒരു അന്ത്യം ഉണ്ടാവുകയാണ്. ആരാംകാർ, സിറിയാക്കാർ അവനെതിരെ യുദ്ധത്തിന് വരുന്നു. സ്വന്തം സേവകരുടെ കരങ്ങളാൽ തന്നെ പ്രധാന പുരോഹിതൻ്റെ മകനെ കൊന്നതിൻ്റെ വൈരാഗ്യത്തിൽ കൂടെ നിന്നവർ തന്നെ യോവാഷിനെ കൊലപ്പെടുത്തുകയാണ്. നന്നായി ആരംഭിച്ച് വളരെ മോശമായി അവസാനിപ്പിച്ച രാജാക്കന്മാരിൽ, ബൈബിൾ കഥാപാത്രങ്ങളിൽ ഒരാളാണ് യോവാഷ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാചകനെ വധിച്ചാലും പ്രവചനങ്ങൾ ഇല്ലാതാവുന്നില്ല. വചനം പ്രഘോഷിച്ചവരെ തകർക്കാൻ ശ്രമിച്ചാലും വചനം നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുക മാത്രമല്ല, കർത്താവ് അരുളി ചെയ്ത താക്കീതുകളെയും ഗൗരവമായി എടുക്കേണ്ടത് ഉണ്ട്. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 170-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നത് അവിടുത്തെ കരുണ മാത്രമാണെന്ന് കർത്താവെ ഞാൻ തിരിച്ചറിയുന്നു. ഞങ്ങൾ നന്നായിട്ട് ആരംഭിച്ച് മോശമായിട്ട് അവസാനിപ്പിക്കുന്നവരായി മാറാനുള്ള ഒരു ദൗർഭാഗ്യം ഞങ്ങൾക്കുണ്ടാകരുതേ. കർത്താവെ, ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ നിന്നോ അങ്ങയുടെ വചനത്തിൽ നിന്നോ അങ്ങയെ ആരാധിക്കുന്നതിൽ നിന്നോ മാറാനുള്ള ഒരു ദൗർഭാഗ്യത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിട്ടുകൊടുക്കരുതേ. കർത്താവെ, യോവാഷ് എത്ര നന്നായി ആരംഭിച്ച ഒരാളായിരുന്നു. എത്ര നന്നായിട്ടാണ് ദൈവം അയാളെ സംരക്ഷിച്ചത്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ 7 വയസ്സുള്ളപ്പോൾ രാജാവായി മാറി അനേക വർഷങ്ങൾ യൂദായെ ഭരിച്ച് ഒടുവിൽ വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് അയാൾ എത്തിച്ചേരുമ്പോൾ, കർത്താവെ, ഒരു ചെറിയ അശ്രദ്ധ മതി ജീവിതത്തിൻ്റെ മുഴുവൻ സഞ്ചാരപഥങ്ങളെയും മലിനമാക്കാൻ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ അവിടുന്ന് കൃപയിൽ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് കർത്താവെ, അങ്ങ് ഇന്ന് വലിയ പുരോഗതിയും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ. ഒത്തിരി പ്രതിസന്ധികളിൽ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡിപ്രഷനും നിരാശയുമൊക്കെ ബാധിച്ച് കഴിയുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവെ, പ്രത്യേകമായ ഒരു ആത്മീയ ശക്തി അവരെ പൊതിയുകയും ദൈവവചനത്തിൻ്റെ സനാതനമായ ശക്തിയും ദൈവവചനത്തിൻ്റെ അവസാനിക്കാത്ത ആ കൃപയും തിരിച്ചറിയാൻ അവരെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അങ്ങയോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ ഈ വചനവായനയിൽ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തുന്നതുവരെ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹിതരോടും സുഹൃത്തുക്കളോടും ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. നാളെ വീണ്ടും വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മഹത്വം യേശുവിന് മാത്രം. ആമേൻ.